മിസ് അങ്ങനെ IPLന്റെ 19 സീസൺ ഏകദേശം കഴിയാറായി. ഇനിയുള്ളത് വീടും 2 മത്സരങ്ങൾ കൂടിയേ ഉള്ളൂ, ക്വാളിഫയറും അതുപോലെ തന്നെ മോസ്റ്റ് വെയിറ്റിംഗ് ഫൈനൽ മാച്ചും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ ആരൊക്കെയാണ് നേടിക്കുന്നുള്ളതാണ്. പർപ്പിൾ ക്യാപ്പ് ആര് സ്വന്തമാക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ ക്രിക്കറ്റ് വീഡിയോകൾക്കായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റും ചെയ്യുക. അപ്പോൾ വീഡിയോയിൽ അപ്പോൾ ഈ പർപ്പിൾ ക്യാപ്പ് റേസിൽ ടോപ്പ് 5 ആരൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ 5ാം സ്ഥാനത്ത് നിൽക്കുന്നത് ശ്രീലങ്കയുടെ പേസറായ ഇഷാൻ മലിംഗയാണ്. ഇഷാൻ മലിംഗ ഈ സീസണിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന് വേണ്ടിയാണ് പന്തെറിഞ്ഞത്. അദ്ദേഹം 15 മത്സരങ്ങളിൽ നിന്നായി 20 വിക്കറ്റുകളാണ് ഇതുവരെ നേടിയത്. ബോളിംഗ് ആവറേജ് വരുന്നത് 25.35, അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു എക്കണോമിയാണ് അദ്ദേഹം പന്തെറിഞ്ഞത്. 9.33 എക്കണോമി റേറ്റ് വരുന്നത്. ഡൽഹി ക്യാപിറ്റൽസിനെതിരെ 32 റൺസ് മാത്രം ഇട്ട് വഴങ്ങി 4 വിക്കറ്റുകൾ എടുത്ത ഒരു ബോളിംഗ് പ്രകടനമാണ് ഈ സീസണിലെ മികച്ച ബോളിംഗ് പ്രകടനമായി വരുന്നത്. അത്യാവശ്യം നല്ലൊരു സീസൺ തന്നെയാണ് ഇഷാൻ മലിംഗ സൺറൈസേഴ്സിന് വേണ്ടി നടത്തിയത്. എന്തായാലും നോക്കൗട്ടായി സൺറൈസേഴ്സ് പുറത്തായി. ഇനിയിപ്പോൾ ആ ഒരു പൊസിഷൻ ചിലപ്പോൾ കീപ്പ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ഇഷാൻ മലിംഗയ്ക്ക്. അപ്പോൾ ഇഷാൻ മലിംഗ 5ാം സ്ഥാനത്ത് തന്നെ തുടരുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനിയുള്ള 2 മത്സരങ്ങൾ കൂടി കഴിഞ്ഞു. അടുത്തതായി 4ാം സ്ഥാനത്തുള്ളത് നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സ് താരം അൻഷുൽ കംബോജാണ്. 14 മത്സരങ്ങളിൽ നിന്നായി 21 വിക്കറ്റാണ് അൻഷുൽ കംബോജ് ഇതുവരെ ഈ സീസണിൽ നേടിയത്. ബൗളിംഗ് ആവറേജ് 25.23, എക്കണോമി റേറ്റ് വരുന്നത് 10.52. ചില മത്സരങ്ങളിലുള്ള നല്ല എക്സ്പെൻസീവായിരുന്നു അൻഷുൽ കംബോജ്, എക്സ്പെഷ്യലി LSTക്ക് എതിരുള്ള ആ ഒരു മത്സരങ്ങളും 2.3 ഓവറിൽ വിട്ടുകൊടുത്തത് 65 റൺസാണ്. അതാണ് പുള്ളിയുടെ ഏറ്റവും വലിയ എക്സ്പെൻസീവ് മത്സരമായത്. ബെസ്റ്റ് ബോളിംഗ് വരുന്നത് സൺറൈസേഴ്സിനെതിരെ 22 റൺസ് മാത്രം ഇട്ട് കഴിഞ്ഞ് 3 വിക്കറ്റുകൾ നേടിയത്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഫേസിലൊക്കെ അത്യാവശ്യം നന്നായി പന്തെറിഞ്ഞൊരു ബോളറായിരുന്നു അൻഷുൽ കംബോജ്. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ പുള്ളിയുടെ ആ ഫോമൊക്കെ പോയി, നല്ല പടകിട്ടാണ്. ഇനി CSK ഓൾറെഡി പ്ലേ ഓഫിൽ പോലും കയറിയില്ല. അപ്പോൾ പുള്ളി ഇപ്പോഴും 4ാം സ്ഥാനത്ത് തന്നെ തുടരുന്നുണ്ട്. ഇനി ആ ഒരു സ്ഥാനം ആരും മറികടക്കുമെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. 2 മത്സരങ്ങൾ കൂടിയുണ്ട്. അടുത്തതായി പർപ്പിൾ ക്യാപ്പ് റേസിൽ 3ാം സ്ഥാനത്തുള്ളത് മറ്റാരുമല്ല, രാജസ്ഥാൻ റോയൽസിൻ്റെ തീയുണ്ട എന്നറിയപ്പെടുന്ന ജോഫ്ര ആർച്ചറാണ്. ഇംഗ്ലണ്ട് പേസ് ബോളർ. 15 മത്സരങ്ങളിലായിട്ട് 24 വിക്കറ്റുകളാണ് ഇതുവരെ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി ഈ സീസണിൽ ജോഫ്ര ആർച്ചർ നേടിയത്. ബോളിംഗ് ആവറേജ് വരുന്നത് 21.41. അത്യാവശ്യം നല്ലൊരു എക്കണോമിയിലാണ് പന്തെറിഞ്ഞത്. 9.1 അദ്ദേഹത്തിൻ്റെ എക്കണോമി ഈ സീസണിൽ. മുംബൈക്കെതിരെ ഒരു 17 റൺസ് മാത്രം ഇട്ട് തുടങ്ങി 3 വിക്കറ്റ് എടുത്ത ഒരു ബോളിംഗ് പ്രകടനമാണ് ഈ സീസണിലെ മികച്ച ബോളിംഗ് പ്രകടനം അദ്ദേഹത്തിൻ്റെ. എസ്പെഷ്യലി കഴിഞ്ഞ എലിമിനേറ്ററിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ പവർ പ്ലേയിൽ തന്നെ തകർത്തത് ജോഫ്ര ആർച്ചറാണ്. ട്രാവിസ് ഹെഡ്, ഇഷാൻ കിഷൻ, അതുപോലെ അഭിഷേക് ശർമ്മ എന്നീ 3 സൺറൈസേഴ്സ് ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാരെ വീഴ്ത്തിയത് ജോഫ്ര ആർച്ചർ തന്നെയായിരുന്നു. പക്ഷേ ആ മത്സരം അത്യാവശ്യം എക്സ്പെൻസീവ്, ചില മത്സരങ്ങൾക്ക് ജോഫ്ര ആർച്ചർ എക്സ്പെൻസീവ് ആവാറുണ്ട്. എന്നാലും വിക്കറ്റുകൾ, അത് പ്രത്യേകിച്ച് പവർ പ്ലേയിലൊക്കെ വിക്കറ്റുകൾ നേടുന്നത് ജോഫ്ര ആർച്ചറിൻ്റെ ഒരു ഇമ്പാക്റ്റ് വളരെ വലുതാണ്. നെക്സ്റ്റ് 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് മറ്റാരുമല്ല, സൗത്ത് ആഫ്രിക്കൻ പേസറായ കാഗിസോ റബാഡയാണ്. GTക്ക് വേണ്ടി ഗുജറാത്ത് ടൈറ്റൻസിന് വേണ്ടി ഇതുവരെ 26 വിക്കറ്റുകളാണ് 15 മത്സരങ്ങളിൽ നിന്ന് നേടിയത്. അതായത് 21.03 അദ്ദേഹത്തിൻ്റെ ബോളിംഗ് ആവറേജ്. എക്കണോമി വരുന്നത് 9.48, അത്യാവശ്യം ബെറ്റർ എക്കണോമിയാണ്. CSKക്കെതിരെ ചെന്നൈക്കെതിരെ വെറും 25 റൺസ് മാത്രം ഇട്ട് കഴിഞ്ഞ് 3 വിക്കറ്റ് എടുത്ത ആ ഒരു ബോളിംഗാണ് ഈ സീസണിലെ മികച്ച അദ്ദേഹത്തിൻ്റെ ബോളിംഗ് പ്രകടനം. അപ്പോൾ ഇനി 2 മത്സരങ്ങളും കൂടി ഉണ്ട്. ക്വാളിഫയർ കളിക്കാം, ക്വാളിഫയർ ജയിക്കാൻ ഫൈനലിലും കളിക്കാം. അപ്പോൾ പർപ്പിൾ ക്യാപ്പ് റബാഡ സ്വന്തമാക്കുന്നൊക്കെ നമുക്ക് നോക്കി കാത്തിരുന്ന് കാണാം. പർപ്പിൾ ക്യാപ്പ് റേസിൽ 1ാമത് എത്തിയിരിക്കുന്നത് മറ്റാരുമല്ല, ഡിഫൻഡിംഗ് ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ പേസ് അറ്റാക്കിനെ നയിക്കുന്ന നമ്മുടെ ഭുവനേശ്വർ കുമാറാണ്. 15 മത്സരങ്ങളിൽ നിന്നായിട്ട് 26 വിക്കറ്റുകളാണ് RCBക്ക് വേണ്ടി ഇതുവരെ ഭുവനേശ്വർ കുമാർ നേടിയിട്ടുള്ളത്. ബൗളിംഗ് ആവറേജ് വരുന്നത് 18.15. ഏറ്റവും നല്ലൊരു എക്കണോമിയിലാണ് പന്തെറിഞ്ഞിരുന്നത്. 8 പുള്ളിയുടെ എക്കണോമി തന്നെ. മുംബൈ ഇന്ത്യൻസിനെതിരെ വെറും 23 റൺസ് മാത്രം ഇട്ട് കഴിഞ്ഞ് 4 വിക്കറ്റ് നേടിയതാണ് ഈ സീസണിലെ ഭുവനേശ്വർ കുമാറിൻ്റെ മികച്ച ബോളിംഗ് പ്രകടനം. അതിനൊരു പീക്ക് പ്രൈം ഭൂവിയാണ് ഈ സീസണിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് പണ്ടൊക്കെ ഇന്ത്യൻ ടീമിന് വേണ്ടി കളിച്ച ആ ഒരു ഭുവനേശ്വർ കുമാറിനെ, ദ സ്വിംഗ് കിങ് എന്ന് വിളിപ്പേരുള്ള ഭുവനേശ്വർ കുമാറിനെയാണ് ഈ സീസണിൽ ഇതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയൊരു മത്സരം കൂടി ഉണ്ട്, അത് ഫൈനലാണ്. ഫൈനലിലും മികച്ച പ്രകടനം ഭുവനേശ്വർ കുമാറിന് കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അങ്ങനെ പർപ്പിൾ ക്യാപ്പ് റേസിലെ ടോപ്പ് 5 ബോളേഴ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പക്ഷേ ഈ ടോപ്പ് 5 ബോളർമാരിലും ഒരു സ്പിന്നർ പോലും ഇല്ല. ടോപ്പ് 5 എന്നല്ല, ടോപ്പ് 10 പോലും ഒരു സ്പിന്നറും ഇതുവരെ ഉൾപ്പെട്ടിട്ടുള്ളൂ. അത് മറ്റാരുമല്ല, അഫ്ഗാനിസ്ഥാൻ സ്പിന്നറായ റാഷിദ് ഖാനാണ്. റാഷിദ് ഖാൻ
15 മത്സരങ്ങളിൽ നിന്നായിട്ട് 19 വിക്കറ്റുകളാണ് ഇതുവരെ നേടിയിട്ടുള്ളത്. ബോളിംഗ് ആവറേജ് വരുന്നത് 23.47, 8.77 എക്കണോമിയിൽ. രാജസ്ഥാൻ റോയൽസിനെതിരെ 33 റൺസ് മാത്രം വിട്ടു കഴിഞ്ഞ് 4 വിക്കറ്റുകളെടുത്ത ആ ഒരു പ്രകടനമാണ് അദ്ദേഹത്തിന് മികച്ച ബോളിംഗ് പ്രകടനം. ഈ സീസണിൽ 6ാം സ്ഥാനത്താണ് റാഷിദ് ഖാൻ കിടക്കുന്നത്. അപ്പോൾ റാഷിദ് ഖാൻ വേണമെങ്കിൽ ടോപ്പ് 5-ലേക്കൊക്കെ ഫിനിഷ് ചെയ്യാനുള്ളൊരു സാധ്യതയൊക്കെ ഉണ്ട്. ഇനി 2 മത്സരങ്ങൾ വേണമെങ്കിൽ കളിക്കുക. അതായത് ഇന്നത്തെ ക്വാളിഫയർ മത്സരം ജയിക്കാൻ വെച്ചാൽ ഫൈനലും കളിച്ച് ഒരു ടോപ്പ് 5-ലെത്താനുള്ള ഒരു സാധ്യതയൊക്കെ റാഷിദ് ഖാൻ കാണുന്നുണ്ട്. അപ്പോൾ റാഷിദ് ഖാൻ നല്ലൊരു മികച്ച ബോളിംഗ് പ്രകടനം കാഴ്ചവെക്കാൻ സഹായിക്കട്ടെന്ന് നമുക്ക് ആശംസിക്കാം. അപ്പോൾ അടുത്ത ആരായിരിക്കും നമ്മുടെ പർപ്പിൾ ക്യാപ്പ് സ്വന്തമാക്കുന്നുള്ളത് നമുക്ക് ഇനിയുള്ള മത്സരങ്ങൾ കണ്ടറിയാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാൻ. ബൈ.